പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ആണ്ടുവട്ടത്തിലെ 15ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ കൂടിയാണ്. അത് 1947 ഇറ്റലിയിൽ ഒരു സിസ്റ്ററിന് മാതാവ് കൊടുത്ത പ്രത്യക്ഷീകരണമാണ്. അത് സഭ പൊതുവെ അത് വണങ്ങുന്നുണ്ട്, സഭ അത് അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് ഈ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ നമുക്ക് കൊണ്ടാടാം. അതുപോലെ നമുക്ക് കുറേ കൂടി കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് നിന്ന് നമുക്ക് ബലി അർപ്പിക്കാം. നമ്മുടെ ആവശ്യമാണ്. ബലിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് വെച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ എന്തുമാത്രം സ്നേഹത്തോടെ പങ്കുചേരുന്നുവോ അപ്രകാരമാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരുക. നമ്മളൊരു കൈത്തോട് ചാടിക്കടക്കാൻ നമ്മൾ കുറച്ച് ദൂരം പിന്നോട്ട് പോയിട്ട് ഓടി വന്നിങ്ങനെ ചാടിക്കടക്കും. അത് കൈത്തോടിൻ്റെ ദൂരം പോലെ ഇരിക്കും നമ്മൾ പിന്നോട്ട് എടുക്കേണ്ട ആയാസം. എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകൽച്ചയുണ്ടോ അത്രയും ശ്രദ്ധയും ആയാസവും നമ്മൾ ആത്മീയതയിൽ കൊടുക്കേണ്ടതുണ്ട്. ചിലർക്ക് പെട്ടെന്ന് തന്നെ ഒരു അരൂപി കിട്ടും കുർബാന സമയത്ത്. ചിലർക്ക് കുറച്ചുകൂടി ശ്രമം കൊടുക്കേണ്ടി വരും. കാരണം ഡിസ്ട്രാക്ഷൻ, പല വിചാരം. അപ്പോൾ അത് അവനവൻ തന്നെ മനസ്സിലാക്കി ആ ശ്രമമെടുത്ത് നമുക്ക് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിരുമഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി
ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവാലം ഭാഗത്തീരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വഴിതെറ്റിയവർ നേർവഴിയിലേക്ക് തിരികെ വരാൻ പ്രാപ്തരാകേണ്ടതിന് അങ്ങേ സത്യത്തിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് കാണിച്ചു നൽകണമേ. ക്രിസ്ത്യവിശ്വാസം പ്രഖ്യാപിക്കുന്നവരെല്ലാം ആ ക്രിസ്തീയ നാമത്തിന് വിരുദ്ധമായവ വിട്ടുപേക്ഷിക്കാനും അനുയുക്തമായവ പിഞ്ചെല്ലാനും ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതിനായി നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരിയുകയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ.
ഇന്നു ഞാൻ നിനക്കു നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. നാം അത് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമായി നമുക്ക് വേണ്ടി ആര് സ്വർഗത്തിലേക്ക് കയറി ചെന്ന് അത് കൊണ്ടുവന്ന് തരും എന്ന് നീ പറയാൻ അത് സ്വർഗത്തിലല്ല. ഇത് കേട്ട് പ്രവർത്തിക്കാൻ ആര് കടലിനക്കരെ പോയി അത് നമുക്ക് കൊണ്ടുവന്ന് തരും എന്നു പറയുവാൻ അത് കടലിനക്കരെയുമല്ല. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരങ്ങളിലും ഹൃദയത്തിലുമുണ്ട്. അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും. കർത്താവിൻ്റെ വചനം. ക്രിസ്തുവേ അങ്ങേ സ്തുതി. പ്രതിവചന സങ്കീർത്തനം. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമം പാടി സ്തുതിക്കും. കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. പീഡിതർ അത് കേട്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതമായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. യൂദയായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ എന്നും അതിൽ വസിക്കുകയും ചെയ്യും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കു മുമ്പുള്ള ആദിജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമ സ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനിച്ചായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരൻ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു. ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു ആചാര്യൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തു കൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്ന് അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ചു കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ കഥയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കരുണ കാണിക്കുന്നവൻ, അങ്ങനെ നമ്മൾ പലപ്പോഴും എന്തോരം തട്ടിപ്പുകളിൽ പെട്ടുപോയിട്ടുണ്ടല്ലേ കരുണ കാണിച്ചിട്ട്. അപ്പം എന്തു ചെയ്യും? കരുണ കാണിക്കാൻ തോന്നുമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ എല്ലാ ദിവസവും അയാളിനി പുതിയ, ഇവിടെ ഞാൻ അനൗൺസ് ചെയ്യുന്നത് കൊണ്ട് പുതിയ തന്ത്രം ചിലപ്പോൾ മെനയുമായിരിക്കും. അയാൾക്കെപ്പോഴും ട്രെയിനിൽ നിന്ന് സാധനങ്ങളൊക്കെ മിസ്സാകും. ഞാൻ ഈ വഴി കിടന്നാണ്, ഈ പള്ളി വരാന്തേ കിടന്നാണ് ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ട് എനിക്കൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് എന്തേലും തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു 5-6 മാസമായിട്ട് ഇവിടെ ഉണ്ട്, മലയാളിയാണ്. അപ്പോൾ ആളുകൾ കൊടുക്കുന്നുണ്ട്. ആൾക്ക് സംശയം തോന്നും, എന്നാലും കൊടുക്കും. അപ്പോൾ കരുണ കാണിക്കുന്നതൊക്കെ അബദ്ധമായിട്ടില്ല. വിദേശത്ത് പോകാനായിട്ട് പണം കൊടുത്തിട്ട് എത്രയോ തട്ടിപ്പുകളിൽ എത്ര ലക്ഷം രൂപ പോയിട്ടുണ്ട്. വിവാഹ കാര്യങ്ങളിലൊക്കെ തട്ടിപ്പ് സംഭവിച്ചിട്ടില്ലേ? ചില കാര്യങ്ങൾ മറച്ചു വെച്ച് വിവാഹം കഴിച്ചിട്ട്. അപ്പം എന്തു ചെയ്യും? നമ്മൾ ഇത് പലതരത്തിൽ നമ്മൾക്കിത് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ഞാനിങ്ങനെ ഈ പൂജരാജാക്കന്മാരുടെ കഥയുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയും ഈ സംഭവത്തെ ഒന്ന് ധ്യാനിക്കാൻ പറ്റും. 3 ഗ്രൂപ്പുകളാണ് ഉള്ളത് എന്ന് കരുതുക. ഒന്ന് കവർച്ചക്കാരൻ്റെ ഗ്രൂപ്പാണ്, രണ്ടാമത്തേത് പുരോഹിതൻ്റെയും ലേവായൻ്റെയും ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് നല്ല സമറിയക്കാരൻ്റെ ഗ്രൂപ്പ്. അതിൽ ഹെറോദേസ് കവർച്ചക്കാരൻ്റെ ഗ്രൂപ്പിൽ പെടുത്താൻ പറ്റിയ ഒരാളാണ്. അതിൽ ഈശോ ജനിച്ചു എന്നൊരു അറിവ് അവിടെ ഉണ്ടായി. പക്ഷേ ആ അറിവിന് അത് ഉൾക്കൊള്ളാൻ അയാൾക്ക് പറ്റിയില്ല. അയാൾ ആ അറിവ് നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. കവർച്ചക്കാരൻ അതല്ലേ ചെയ്തത്. അതായത് അയാളുടേത് എൻ്റേത് എന്ന് പറയുന്നതാണ് കവർച്ചക്കാരൻ്റെ മനോഭാവം. അയാളുടേത് എൻ്റേത് എന്ന് പറയുന്നതാണ് കവർച്ചക്കാരൻ്റെ. അത് ഒരു കാടത്തം നിറഞ്ഞ സംസ്കാരമാണ്. കാടത്തം. നമുക്ക് ചിലപ്പോൾ തട്ടിപ്പുകൾ, പലതരത്തിലുള്ള തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ. നിൻ്റെ സ്വത്ത് എനിക്ക് വേണം. ചിലപ്പോൾ ചില അപ്പന്മാർ മകൾക്ക് ചിലപ്പോൾ കുറവുകളുണ്ടാകാം, പക്ഷെ അപ്പൻ്റെ ആഗ്രഹം മകളെങ്ങനെയെങ്കിലും കെട്ടിച്ചു വിടണം. എന്നിട്ട് ചില കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കല്യാണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തന്നെ 1 വർഷം കഴിഞ്ഞിട്ടും അവൾക്കൊരു കുട്ടി ഉണ്ടാകണമെന്നൊരു ആഗ്രഹമില്ല. അപ്പോഴാണ് വീട്ടിൽ അവളുടെ അനുജൻ ചെറിയൊരു സൈക്കോയാണ്. അപ്പോൾ ഇവളും IT ഫീൽഡിലൊക്കെ നല്ല ജോലിയുള്ള ആളാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ ചെറുക്കന് പിന്നെ വയ്യാണ്ടായി. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഉപേക്ഷിക്കാൻ പറഞ്ഞു. അവൻ ഒറ്റടിക്ക് പറഞ്ഞു. ഞാൻ ഫോണിലാണ് സംസാരിച്ചത്. പിന്നീട് അവനൊരു കൗൺസിലിംഗ് നടത്തി. സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ല,
യഥാർത്ഥത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചിട്ടുള്ള കൗൺസിലിങ്. അതൊരു സിസ്റ്ററിൻ്റെ അടുത്തും ഒരു അച്ഛൻ്റെ അടുത്തും സംസാരിച്ചു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു 1 മാസം കൂടി വെച്ച് നോക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേണ്ട, ഇത് ഒഴിവാക്കാൻ പറഞ്ഞു. അവർ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ആ അപ്പൻ ചെയ്തത് ദ്രോഹമല്ലേ? എൻ്റെ മകൾ എന്ന ചിന്ത, എൻ്റെ മകളുടെ കല്യാണം നടക്കണം, ആ ചെറുക്കൻ്റെ ഭാവി പോവും എന്ന വിചാരം ഇല്ല. എൻ്റെ മകൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം. അത് കുമ്പസാരക്കൂട്ടിലും ചിലപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു, സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അടുത്ത സ്ത്രീ, അപ്പോൾ അപ്പുറത്തെ ചെറുക്കൻ ഇല്ല ഞാനാണ് അടുത്തത്. അവനും പോട്ടെ, നമുക്ക് മാത്രം മതിയോ കുമ്പസാരത്തിൻ്റെ പാപമോചനം? അവനും കിട്ടണ്ടേ? അവൻ നമ്മുടെ വീട്ടിലെ മകനാണെങ്കിലോ, അവൻ നമ്മുടെ വീട്ടിലൊരു യുവാവാണെങ്കിലോ നീ കയറ് എന്നല്ലേ പറയുള്ളൂ ആദ്യം. അപ്പോൾ നമ്മൾ അങ്ങനെ തട്ടിപ്പ്, കൈക്കൂലി വാങ്ങിക്കുന്നത്, അവൻ്റെ പൈസ എനിക്ക് കുറച്ച് വേണം, കമ്മീഷൻ എടുക്കുന്നത് അവൻ്റെ പൈസ കുറച്ച് എനിക്ക് വേണം. അവൻ അങ്ങനെ വേണ്ട, അവന് കുറേ പൈസ ഉണ്ട്, കുറച്ച് കമ്മീഷൻ എനിക്ക് കിട്ടട്ടെ. പലിശക്കാരൻ, മദ്യപാനി ദൈവത്തിൻ്റെ ശരീരമല്ലേ, അത് എൻ്റെ ശരീരമാണ് എന്ന് പറയും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ദൈവത്തിൻ്റെ ബോഡിയല്ലേ, എൻ്റെ ബോഡി പോലെ മദ്യപാനി ഇല്ലേ, എൻ്റെ ബോഡി പോലെയാണ്. അതൊരു കാടത്ത സംസ്കാരമല്ലേ, അത് ദൈവത്തിൻ്റെ ബോഡിയല്ലേ, ദൈവമല്ലേ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്, ദൈവമാണെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. മദ്യപാനികൾ, ഇനി വിവാഹ ബന്ധങ്ങൾ, അതുപോലെ മാതാപിതാക്കൾ നോക്കാത്തവർ, ദുരാചാരങ്ങൾ ചെയ്യുന്നവർ, ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവർ, തൊട്ടിൽ കെട്ടുക, അത് ദൈവവിശ്വാസം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണ്ട, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് അറിയണ്ട, നിങ്ങൾ ഇതൊക്കെ ചെയ്ത് തൽക്കാലം തൊട്ടിലൊക്കെ കെട്ടിപ്പൊക്കോ. മനസ്സിലായി? അതൊരു കാടത്ത സംസ്കാരമല്ലേ. ഇനി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരോ, നിങ്ങൾ ഈശോയെ അറിയണ്ട, അത് ഹെറോദേസിൻ്റെ സംസ്കാരമാണ്. ഈശോയെ അറിയണ്ട, ഈശോയെ കൊന്നുകളയണം, ഈശോ ആരും അറിയണ്ട, ഈശോ വരരുത്, ഈശോ എന്ന രാജാവ് വരരുത്, ഈശോ നിന്റെ ഹൃദയത്തിൽ രാജാവായി വസിക്കരുത്. നീ തൊട്ടിലും കെട്ടി ചരടും കെട്ടി നടന്നാൽ മതി, നീ താഴും പൂട്ടി നടന്നാൽ മതി. ഇതൊരു കാടത്ത സംസ്കാരം. അപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ആരുടെ പക്ഷത്താണ്? കവർച്ചക്കാരൻ്റെ പക്ഷത്തല്ലേ? നിന്റെ ഉള്ളിലുള്ള ഈശോയെ കവർന്നെടുക്കുന്നത്, നിന്റെ ഉള്ളിലെ ഈശോ വളരാൻ അനുവദിക്കാത്തവർ. ഇനി മറ്റത് പുരോഹിതനും ലേവായനും, അവർക്ക് ഇപ്പം രാജാക്കന്മാരുടെ കഥയിൽ അവർക്കറിയാം എവിടെയാണ് ജനിച്ചത്, യൂദയായിലെ ബത്ലഹേമിൽ, കൃത്യമറിയാം. പക്ഷെ അവർ പോയില്ല. പൂജരാജാക്കന്മാരാണ് അതിനുവേണ്ടി പരിശ്രമിച്ചത്. അതുപോലെ ലേവായനും പുരോഹിതനും ഇന്നത്തെ അവർ കടന്നുപോയി. അവരുടെ ഉള്ളിലുള്ള അവർക്ക് സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഞങ്ങൾക്ക് മതി, എൻ്റേത് എനിക്ക് തന്നെ മതി, ആരും എടുക്കണ്ട. ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കാത്തത്, ഞാൻ അറിഞ്ഞ ഈശോ ആരും അറിയണ്ട, ഞാൻ അറിഞ്ഞ ഈശോയെ നീ അറിയണ്ട. സുവിശേഷം പ്രഘോഷിക്കാത്തത്, ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് സ്വാർത്ഥ സംസ്കാരമല്ലേ? വിലാപങ്ങളുടെ പുസ്തകം 1:12, കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? ചിലപ്പോൾ അമ്മ കട്ടിലെ കിടക്കുകയായിരിക്കും, അമ്മ മോനെ കുഞ്ഞ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ആ മുറിയിലൂടെ പെട്ടെന്ന് ഓടിക്കളയും. അവിടെ നിന്ന് പണി കൂടും. അമ്മക്ക് വെള്ളം എടുത്തു കൊടുക്കണം, അമ്മയുടെ കാല് തടയി കൊടുക്കണം. ഇപ്പം കടന്നു പോകുന്നവരെ, ഇതൊക്കെ കണ്ടിട്ടും കടന്നു പോകുന്നവരെ നിങ്ങൾക്ക് നിസ്സാരമാണോ? അമ്മ വീട്ടിൽ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മുറി കയറാതെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? അവർ കടന്നുപോയി. പള്ളി കണ്ടിട്ടും പള്ളി കയറാതെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? ഈശോ ബലിയർപ്പിച്ചതിൻ്റെ അനുസ്മരണമല്ലേ? എത്ര ഞായറാഴ്ചകൾ കുർബാന മുടക്കി, എത്ര കുമ്പസാരങ്ങൾ മുടക്കി, ഇതൊന്നും ചെയ്യാതെ കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ? അങ്ങനെ നോക്കുമ്പോൾ എത്ര കടന്നുപോക്കൽ കഴിഞ്ഞു, എത്ര മേഖലകൾ വെറുതെ നിസ്സംഗത കാണിച്ച് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ കടന്നുപോയി. എത്ര മേഖലകൾ. ഇപ്പൊ സമരിയക്കാരൻ്റെ കഥ, അതെന്നെ ബാധിക്കല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. എല്ലാം ബാധിക്കും, ധ്യാനിച്ചു കഴിഞ്ഞാൽ എല്ലാം ബാധിക്കും, വചനം നമ്മളെ കൊള്ളും. ഇനിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഈശോ കടന്നു പോയി കളയോട്ടോ. നിങ്ങൾ കടന്നു പോകാൻ ഭാവിച്ചാൽ ഈശോ കടന്നു പോയി കളയും. ആ വെള്ളത്തിന് മീതെ ഇല്ലേ ഈശോ നടന്നു പോകുന്നതായിട്ട് ഭാവിച്ചു. അപ്പോഴവർ വിളിച്ച കർത്താവേ രക്ഷിക്കണേ, കർത്താവിനെ വിളിക്കണം. ആ എമ്മാവൂസിലേക്ക് പോയപ്പോൾ ഈശോ ഗ്രാമത്തോടടുത്തപ്പോൾ ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അപ്പോഴവർ വിളിച്ച വാ ഈശോയെ വാ, ഞങ്ങളുടെ കൂടെ താമസിക്കും, ഈശോയെ വിളിക്കണം.
അപ്പം സ്വാർത്ഥതയിൽ എനിക്ക് എൻ്റേത് മതി എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ ഈശോയെ കാണുകയൊന്നുമില്ല, ഈശോ വിളിക്കാനും മറന്നുപോകും. കാരണം എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിന്. ഇനിയും സ്നേഹ സംസ്കാരമാണ് സമറിയക്കാരൻ്റെ സംസ്കാരം. എനിക്കുള്ളത് നിനക്കും ഇരിക്കട്ടെ, എനിക്കുള്ളത് നിനക്ക്, എനിക്ക് കിട്ടിയ ഈശോ നിനക്കും ഇരിക്കട്ടെ. എനിക്ക് കിട്ടിയ ഈശോ നിനക്ക് തരുമ്പോൾ എൻ്റെ ഈശോ പെരുത്ത് വരും, എൻ്റെ ഈശോ വർദ്ധിക്കും. അതാണ് മറിയൊക്കെ ചെയ്തതാ, ഈശോ ചെയ്തതാ. ഇരിക്കട്ടെ, എൻ്റെ അമ്മ നിനക്കിരിക്കട്ടെ. അല്ലേ, ഈശോ തന്നില്ലേ? എൻ്റെ അമ്മ എനിക്ക് മാത്രം പോരാ, നിനക്കും ഇരിക്കട്ടെ. പിതാവായ ദൈവം എൻ്റെ പുത്രൻ നിങ്ങൾക്കും ഇരിക്കട്ടെ. പിതാവ് തന്നില്ലേ? ഈശോ മരിച്ചിട്ട് പറഞ്ഞില്ലേ, എനിക്ക് ഇത് നിങ്ങൾക്കുള്ളതാണ് എൻ്റെ മരണം, തന്നില്ലേ? നിങ്ങൾക്കുള്ളതാണ് ഈ കുർബാന, തന്നില്ലേ? അപ്പം നമ്മളും കൊടുക്കണ്ടേ? നമ്മളും കുറച്ചുകൂടി ആ സ്നേഹ സംസ്കാരം ഈശോയെക്കുറിച്ച് പറയണ്ടേ? അത് ഈശോയാണ് മകനെ എന്ന് പറഞ്ഞു കൊടുക്കണം. ദുരാചാരം ചെയ്യുന്ന മക്കൾ അത് ചെയ്യല്ല, അത് 1-ാം പ്രമാണ ലംഘനമാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതാണ് അവിടെ നമുക്ക് സാധ്യതയുണ്ട്, നമുക്ക് ചെയ്യാൻ നടപടിയുണ്ട്. എണ്ണ വെച്ച് പുരട്ടാനും അല്ല തൈലം വെച്ച് പൂശാനും ഒക്കെ നമുക്ക് സാധ്യതകളുണ്ട്. നമുക്ക് സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ കാര്യങ്ങളുണ്ട്, വകുപ്പുകളുണ്ട് നമുക്ക് ചെയ്യാൻ. ഇനിയും ആയുസ്സുണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ഈ ഈശോയെ പകർന്നു കൊടുക്കാൻ. നമുക്കതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ നല്ല സമരിയക്കാരൻ്റെ കഥ നമുക്ക് ഒത്തിരി ധ്യാനിക്കാൻ സാധിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് നന്നായി, നല്ല ഭംഗിയായി, നല്ല ഉറച്ച ബോധ്യത്തോടുകൂടെ വെറുതെ അങ്ങ് ചൊല്ലിവിടാതെ നന്നായി നമുക്ക് കർത്താവിൻ്റെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിലും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യ ദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ലയോ 14 മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ ഒരു ഉപദേശനും സഹായത്താനുമായ എല്ലാ വൈദികർക്കും അവിടെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവിടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കുമായി പ്രയത്നികൾക്ക് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരയിലും കടലിലും ആകാശം യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്തിലും സ്നേഹത്താലും പരിപാവനമായി ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം.
സ്നേഹപിതാവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. കരുണയോടെ കടാക്ഷിക്കണമേ. ഈ തീർത്ഥാടനം അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ പരിശുദ്ധ ബലിയർപ്പണം അനുഗ്രഹമാക്കി മാറ്റണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കേണപേക്ഷിക്കുന്ന സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിൻ്റെ വർധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. ഉയർത്തിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാം നിറഞ്ഞുമതയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ.
അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുമ്പോഴേ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമുഖം വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളിലെ യോപതിനാല് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാശ്മെത്രാനോടും വൈദ്യഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും ഈ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും
കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും ഈ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്ക്. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയിൽ സ്നേഹമുള്ള മരിയ ഭക്തരായ തീർത്ഥാടകരെ, ഇവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ സമയക്രമവും പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്ന ദേവാലയങ്ങൾ വിവരങ്ങളും ഇവിടെ അറിയിക്കുകയാണ്. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ, അതായത് പ്രധാന ബസലിക്ക ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന ജയ പ്ലസ് വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് തമിഴ് കുർബാന, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. ഞായറാഴ്ചകളിൽ 5 മണിക്ക് ലോവർ ബസലിക്കയിൽ തമിഴ് കുർബാനയുണ്ട്. വൈകുന്നേരം 5 മണിക്ക്. അപ്പർ ബസലിക്കയിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ, അതായത് ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസലിക്കയിൽ വൈകിട്ട് 5:30 ജപമാലയും തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും മറ്റ് ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30
ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസിലിക്കയിൽ ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. പ്രധാന ബസിലിക്ക ദേവാലയം എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. ഈ ദേവാലയത്തിലാണ് മാതാവിൻ്റെ അത്ഭുത തിരുസ്വരൂപം കുടികൊള്ളുന്നത്. നിങ്ങളത് പ്രാർത്ഥനയ്ക്കായിട്ട് പ്രയോജനപ്പെടുത്തുക. മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരങ്ങൾ, അതായത് എല്ലാ പ്രഭാതത്തിലും 6:30 മുതൽ 8 മണി വരെയും, ഉച്ചയ്ക്ക് മുൻപ് 11:30 മുതൽ 12:30 വരെയും, വൈകിട്ട് 5 മണി മുതൽ 6:30 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. ആരാധന ചാപ്പൽ എല്ലാ ദിവസവും 6 മണി മുതൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തിപരമായ ആശീർവാദം സ്വീകരിക്കുന്നതിനും നിങ്ങൾ വാങ്ങിക്കുന്ന വിശുദ്ധ വസ്തുക്കൾ ആശീർവദിക്കുന്നതിനും പ്രധാന ദേവാലയത്തിൻ്റെ സമീപമുള്ള ആവേ മരിയ എന്ന ഹാള് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അവിടെ വൈദികരുടെ സാന്നിധ്യമുണ്ടായിരിക്കും. 12 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ശുശ്രൂഷയ്ക്ക് ഇടവേള കൊടുത്തിട്ടുള്ളത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ മാത്രമാണ്. നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും വസ്തുക്കൾ അവിടെ സംഭാവനയായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആവേ മരിയ ഹാളിൽ നിങ്ങളത് സമർപ്പിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റും നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവ് ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറൈ സുവടുകൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കിലും ഉണ്ടായിരിക്കും. തീർത്ഥാടകരെ അതിനുവേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ പ്രസംഗത്തിനിടയിൽ പറയാൻ ശ്രമിച്ചതുപോലെ ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. തൊട്ടിൽ കെട്ടുക, ചരട് കെട്ടുക, താഴ്ട്ട് പൂട്ടുക. അത് നമ്മുടെ വിശ്വാസത്തിനെതിരുവാണ്. മാത്രമല്ല ഒന്നാം പ്രമാണ ലംഘനമാണ്. ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രം നിരോധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അനുഗ്രഹമല്ല. അതുകൊണ്ട് അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ശുശ്രൂഷകളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമുക്കിപ്പോൾ സമാപന ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർദ്ധമാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.